ഹലോ ഗേസ്, പുതിയൊരു സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാനായിട്ട് പോകുന്നത് ട്രേഡിങ്ങിനെ കുറിച്ചാണ്. ട്രേഡിങ്ങിനെ കുറിച്ച് കുറെ ആളുകൾ മെസ്സേജ് അയക്കുന്നുണ്ട്. എങ്ങനെയാണ് ബ്രോ ട്രേഡിങ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഏതിലാണ് ട്രേഡിങ് ചെയ്യുന്നത്, ഏത് ബ്രോക്കറെയാണ് ചൂസ് ചെയ്യുന്നത്, ക്രിപ്റ്റോയിലാണോ, ഫോറക്സിലാണോ, ഇന്ത്യൻ മാർക്കറ്റിലാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്. അവർക്കൊക്കെ വേണ്ടി നമ്മളൊരു ട്രേഡിംഗ് വീഡിയോ തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു. കുറച്ച് മുന്നേ തന്നെ നമ്മൾ ഫസ്റ്റ് വീഡിയോ അതുപോലെ സെക്കൻഡ് വീഡിയോ ചെയ്തിരുന്നു. കാണാത്തവരാണെന്നുണ്ടെങ്കിൽ കാണുക. നിങ്ങളൊരു ബിഗിനർ ആണ് എന്നുണ്ടെങ്കിൽ മാത്രം ആ ഒരു ഫസ്റ്റ് വീഡിയോ സെക്കൻഡ് വീഡിയോ കണ്ടാൽ മതി. കാരണം നിങ്ങളൊരു ട്രേഡിങ്ങിനെ കുറിച്ച് അറിയാത്തവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് പെട്ടുപോകുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചൊക്കെ തന്നെയാണ് ഞാൻ ആ ഫസ്റ്റ് വീഡിയോയിലും സെക്കൻഡ് വീഡിയോയിലും പറയുന്നത്. കാർഡിലെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. വീഡിയോ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു ട്രേഡ് എടുക്കുന്ന ഒരു വ്യക്തി ട്രേഡിംഗ് വ്യൂവിനെ കുറിച്ച് നിങ്ങൾ എന്തായാലും പഠിക്കണം എന്നുള്ളതാണ്. എങ്ങനെ ചാർട്ട് അനലൈസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കണം. ട്രേഡിംഗ് വ്യൂവിൽ നിങ്ങൾക്ക് എങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ എങ്ങനെ അതിൽ നിങ്ങൾക്ക് ട്രേഡിംഗ് ചാർട്ട് അനലൈസ് ചെയ്യാം എന്നുള്ളതിന്റെ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ചാർട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂൾസുകൾ എന്തെല്ലാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. നിങ്ങൾ ആദ്യം ഗൂഗിളിൽ പോയിട്ട് ട്രേഡിംഗ് വ്യൂ ഒന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്താൽ തന്നെ ഇവിടെ tradingview.com എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടാവും. നിങ്ങളത് ഓപ്പൺ ചെയ്യുക. ട്രേഡിംഗ് വ്യൂയുടെ ഇന്റർഫേസ് ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ അപ് ടു 70% ഓപ്പ് എന്ന് പറഞ്ഞിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഒരു ദിവസവും ഒരു മണിക്കൂറുമാണ് ഇനി ബാലൻസ് ഉള്ളത്. അതായത് ഈ ഒരു ട്രേഡിംഗ് വ്യൂ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിന്റെ പ്രീമിയം യൂസ് ചെയ്യാൻ പറ്റും. ഫ്രീ ആയിട്ട് യൂസ് ചെയ്യുന്നതിനേക്കാളും പ്രീമിയം യൂസ് ചെയ്യുമ്പോൾ കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാവും എന്നുള്ളത് മാത്രമാണുള്ളത്. തൽക്കാലം നമുക്ക് ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ അത് എങ്ങനെയാണ് നമുക്ക് ഇതിൽ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് പ്രൊഫൈലിന്റെ ഐക്കൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. സൈനിങ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ എടുക്കുക. അതിനുശേഷം ഇങ്ങനെയുള്ള പേജ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ടാവും. ഇവിടെ സൈനിങ് എന്നും കാണാം. അതുപോലെ തന്നെ താഴെ ഭാഗത്ത് സൈനപ്പ് എന്ന് കാണാം. ഇവിടെ സൈനപ്പിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയോ അല്ലെങ്കിൽ ഫേസ്ബുക്കോ അതുപോലെ ട്വിറ്റർ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഏതെങ്കിലും ഒരു ഐ ഡി വെച്ചിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യണമെന്നുള്ളതാണ്. ഇവിടെ ഇമെയിൽ എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ ടൈപ്പ് ചെയ്യുക. അതുപോലെ ഒരു പാസ്വേഡും കൊടുക്കുക. അതിനുശേഷം അവിടെ നോട്ട് റോബോട്ട് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാലും നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ നിങ്ങളുടെ ആ ഒരു ജിമെയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഇമെയിൽ എടുത്തിട്ട് നിങ്ങളുടെ യൂസർ നെയിമോ അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡിയോ നേരത്തെ കൊടുത്തിട്ടുള്ള ആ ഒരു ഇമെയിൽ ഐ ഡി കൊടുക്കുക. പാസ്വേഡും കൊടുത്തിട്ട് നിങ്ങൾ സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മുകളിലായിട്ട് കുറെ ഓപ്ഷനുകൾ കാണാം. പ്രോഡക്ട്സ്, അതുപോലെ കമ്മ്യൂണിറ്റി, മാർക്കറ്റ്, ന്യൂസ്, ബ്രോക്കേഴ്സ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് സെർച്ച് ബട്ടൺ കാണാം. സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഓൾ സ്റ്റോക്സ്, ഫണ്ട്സ്, ഫ്യൂച്ചർ, ഫോറക്സ്, ക്രിപ്റ്റോ ഇങ്ങനെ തുടങ്ങിയിട്ട് കുറെ കാര്യങ്ങൾ കാണാം. നിങ്ങൾ ഏതിലാണോ ട്രേഡ് ചെയ്തത് ആ ഒരു കാറ്റഗറി സെലക്ട് ചെയ്യുക. ഞാനിവിടെ ഫോറക്സ് ആണ് ചെയ്യുന്നത്. ഫോറക്സിൽ ഗോൾഡ് ആണ് ചെയ്യുന്നത്. ഞാൻ ഗോൾഡിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് ട്രേഡ് എടുക്കുന്നത്. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് നിങ്ങളൊരു കാറ്റഗറി സെലക്ട് ചെയ്യണം. അതുപോലെ തന്നെ ആ ഒരു കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒന്നോ രണ്ടോ പ്രോജക്റ്റിനെ മാത്രം നിങ്ങൾ ബേസ് ചെയ്ത് ട്രേഡ് എടുക്കുക എന്നുള്ളതാണ്. എല്ലാ പ്രോജക്റ്റിലും പോയിട്ട് ട്രേഡ് എടുക്കാൻ നിൽക്കരുത്. എങ്ങനെയെങ്കിലും നിങ്ങൾ ഏതെങ്കിലും ഒരു 2 പ്രോജക്റ്റിൽ മാത്രം ട്രേഡ് എടുക്കുക. അതിനെ മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഞാനിവിടെ ഗോൾഡ് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. ഈ ഒരു ഗോൾഡിൽ മാത്രം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് പഠിക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് തന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ചെറിയ പീസിൽ തന്നെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. ഞാനിവിടെ കാണിച്ചു തരുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഏത് കാറ്റഗറിയിൽപ്പെട്ട ചാർട്ടും അനലൈസ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ ഗോൾഡ് ആണ് സെലക്ട് ചെയ്യുന്നത്. ഗോൾഡ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ XAUSD എന്ന് സെർച്ച് ചെയ്താൽ മതി. XAUSD എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ XAUSD കാണാൻ പറ്റും. ഞാനിവിടെ ഫസ്റ്റ് ഉള്ള ആ ഒരു XAUSD ആണ് സെലക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ചാർട്ടാവും ഓപ്പൺ ആയിട്ട് വരിക. ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കാനുണ്ട്. ഇവിടെ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഏതെല്ലാം ടൂൾസുകളാണ് വേണ്ടത് എന്നുള്ളതാണ്. അതായത് ചാർട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഏതെല്ലാം ടൂൾസുകളാണ് വേണ്ടത് എന്നുള്ളതാണ് ഇനി നോക്കാനുള്ളത്. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ടൈം സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ഒരു D എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. നിങ്ങൾ അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ള ടൈമുകളൊക്കെ സെലക്ട് ചെയ്യണം. ഇവിടെ നമുക്ക് ആവശ്യമുള്ള ടൈം എന്ന് പറയുന്നത് 5 മിനിറ്റിന്റെ സമയമാണ്. ഇവിടെ തൊട്ട് നേരെയുള്ള ഈ ഒരു സ്റ്റാർ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ പിന്നെ ആവശ്യമുള്ളത് 50 മിനിറ്റ്സ് ആണ്. അത് സെലക്ട് ചെയ്തു. 30 മിനിറ്റ്സ് സെലക്ട് ചെയ്തു.
ഇതിന് താഴേക്ക് വരിക. അതായത് എന്ന് വെച്ചാൽ 1 hour സെലക്ട് ചെയ്യുക. അതിനുശേഷം 4 hour സെലക്ട് ചെയ്യുക. 1 day ഓൾറെഡി അവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ സെലക്ട് ചെയ്യാനുള്ളത്. ഇത്രയും ടൈം നമ്മൾ സെലക്ട് ചെയ്തപ്പോൾ തന്നെ മുകളിൽ ഓരോ ടൈമും ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. 5 minutes, 15 minutes, 30 minutes, 1 hour, 4 hour, 1 day. ഇത്രയും കാര്യങ്ങൾ നമ്മൾ സെലക്ട് ചെയ്താൽ മതി. ഞാനിവിടെ 1 day ചാർട്ടാണ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. 1 hour ആണെങ്കിൽ 1 hour ക്ലിക്ക് ചെയ്യുക. 4 hourലാണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 4 hour ക്ലിക്ക് ചെയ്യുക. 50 minutes ആണെങ്കിൽ 50 minutes ക്ലിക്ക് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടൈമിൻ്റെ കാര്യത്തിൽ സെലക്ട് ചെയ്യാനുള്ളത്. ഞാൻ യൂസ് ചെയ്യുന്ന ടൂൾസുകൾ എന്തെല്ലാം കാര്യങ്ങളാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ ഫസ്റ്റ് ആയിട്ട് വരുന്നത് ഒരു ടി ഓപ്ഷനാണ്. അതായത് ടെക്സ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത്. നമുക്ക് എന്തെങ്കിലും ചാർട്ട് അനലൈസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ടെക്സ്റ്റ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ടെക്സ്റ്റ് ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യണം. അതിനുവേണ്ടി ലെഫ്റ്റ് സൈഡിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ടി എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിന് തൊട്ട് നേരെയുള്ള അരമാർക്ക് ക്ലിക്ക് ചെയ്യുക. ടെക്സ്റ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ എടുത്തിട്ട് ഈ ഒരു സ്റ്റാർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതായത് ഫേവറേറ്റ് ആക്കി വെക്കുക എന്നുള്ളതാണ്. അതിനുശേഷം ഇവിടെ വരുന്നത് ഒരു ലോങ് പൊസിഷൻ വരുന്നുണ്ട്, ഒരു ഷോർട്ട് പൊസിഷൻ വരുന്നുണ്ട്. അതിനുവേണ്ടി ഇവിടെ ലെഫ്റ്റ് സൈഡിൽ വീണ്ടും വരിക. ഇവിടെ നിങ്ങൾക്ക് ഒരു ലോങ് പൊസിഷൻ്റെ ഒരു ഓപ്ഷൻ കാണാം. അരമാർക്ക് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ലോങ് പൊസിഷന് ഫേവറേറ്റ് ആക്കുക, ഷോർട്ട് പൊസിഷൻ ഫേവറേറ്റ് ആക്കുക. ഇതിൻ്റെ ഉപയോഗങ്ങൾ എന്തെല്ലാം എന്നുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം. ഇവിടെ ടെക്സ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എന്തെങ്കിലും ടെക്സ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും ടെക്സ്റ്റ് ചെയ്ത് വെക്കാം. അതിന് വേണ്ടിയിട്ടാണ്. ഇനി ലോങ് ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ലോങ് പൊസിഷൻ എടുത്തിട്ട് നമ്മുടെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസ് ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഷോർട്ട് പൊസിഷൻ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഷോർട്ട് പൊസിഷൻ നമുക്കിവിടെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അതിനുശേഷം ഇവിടെ വരുന്നത് ട്രെൻഡ് ലൈൻ ആണ്. ട്രെൻഡ് ലൈൻ ഓൾറെഡി ഇവിടെ മുകളിൽ തന്നെ വന്നിട്ടുണ്ടാവും. അതിന് തൊട്ട് നേരെയുള്ള അരമാർക്ക് ക്ലിക്ക് ചെയ്യുക. ട്രെൻഡ് ലൈന് ഇവിടെ ഫേവറേറ്റ് ആക്കി വെക്കുക. അതിന് നേരെ തന്നെ വന്നു കഴിഞ്ഞാൽ ഹോറിസോൺ ലൈൻ ഉണ്ട്, ഹോറിസോണ്ടൽ റേ എന്നുള്ള ഒരു ലൈൻ ഉണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫേവറേറ്റ് ആക്കി വെക്കാവുന്നതാണ്. ഒരു വലിയ രീതിയിലുള്ള അത്യാവശ്യമൊന്നുമില്ല, എന്നാലും നിങ്ങൾക്ക് ഫേവറേറ്റ് ആക്കി വെക്കാം. ഇവിടെ ട്രെൻഡ് ലൈൻ നമ്മൾ ഉപയോഗിക്കുന്നത് അതിൽ ക്ലിക്ക് ചെയ്യുക. ഇതുപോലെ ഇങ്ങനെ വരക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും ഇതുപോലെ ഇങ്ങനെ വരക്കാൻ പറ്റും. ഇവിടെ നിന്നാണ് എന്നുണ്ടെങ്കിൽ ഇതുപോലെ ട്രെൻഡ് ലൈനെ കുറിച്ചൊക്കെ അറിയാത്തവരാണ് എന്നുണ്ടെങ്കിൽ എല്ലാം മനസ്സിലാക്കി തരാം. ഇവിടെ ഇതേപോലെ ഇങ്ങനെ വരയ്ക്കാനൊക്കെ യൂസ് ചെയ്യുന്നതാണ് ട്രെൻഡ് ലൈന്. അതുപോലെ തന്നെ നമ്മൾ ഹോറിസോൺ ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇവിടെ സപ്പോർട്ട് ആൻഡ് റെസിഡൻസി ഒക്കെ നമുക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ്. നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തൊക്കെ ഇതുപോലെ ഹോറിസോൺ ലൈൻ വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. അടുത്തത് വരുന്നത് റെക്ടാങ്കിൾ എന്നുള്ളൊരു ഓപ്ഷനാണ്. ഇത് യൂസ് ചെയ്യുന്നത് നമുക്ക് ഓർഡർ ബ്ലോക്കുകളൊക്കെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്താണ് ഓർഡർ ബ്ലോക്ക് എന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് ചർച്ച ചെയ്യാം. ജസ്റ്റ് ഇതേപോലെ നമുക്ക് ഇങ്ങനെ ഓർഡർ ബ്ലോക്കുകളൊക്കെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. റെക്ടാങ്കിൾ ഞങ്ങൾക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡ് വന്നു കഴിഞ്ഞാൽ റെക്ടാങ്കിളിൻ്റെ ഒരു ഓപ്ഷൻ കാണാം. നേരെ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യുക. ഇവിടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ റെക്ടാങ്കിൾ കാണാൻ പറ്റും. ഫേവറേറ്റ് ആക്കി വെക്കുക. അതുപോലെ തന്നെ പാത്ത് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അത് നിങ്ങൾ ഫേവറേറ്റ് ആക്കുക. ആരോ മാർക്ക് അപ്പ് ഉണ്ട്, ഡൗൺ ഉണ്ട്. ഇത് നിങ്ങൾ ഫേവറേറ്റ് ആക്കുക. അടുത്തത് വരുന്നത് ഗ്യാൻ ബോക്സ് ആണ്. ഗ്യാൻ ബോക്സ് നമുക്ക് വളരെ ഉപകാരമുള്ളൊരു സംഗതിയാണ്. ഗ്യാൻ ബോക്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഒരു രണ്ടാമത്തെ ഓപ്ഷൻ വരിക. ഇതുണ്ടോ ഈ ഒരു ഇവിടെ തൊട്ടപ്പുറത്തുള്ള അരമാർക്ക് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഗ്യാൻ ബോക്സ് കാണാൻ പറ്റും. ഗ്യാൻ ബോക്സിൽ നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അതിൽ ചെയ്തു കൊടുക്കാനുണ്ട്. ഗ്യാൻ ബോക്സ് ഇങ്ങനെ വരക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അതായത് നമ്മൾ ട്രേഡ് റേഞ്ച് ഹൈയും ട്രേഡ് റേഞ്ച് ലോയും അതുപോലെ തന്നെ അതിൻ്റെ സെൻറ്ററും കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഗ്യാൻ ബോക്സ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് പാത്ത് എന്നുള്ളൊരു ഓപ്ഷൻ നമ്മൾ നേരത്തെ സെലക്ട് ചെയ്തിരുന്നു. അതിവിടെ ഇതേപോലെ നമുക്ക് ഫ്രണ്ട് ലൈന് തന്നെ മാർക്കറ്റിനനുസരിച്ചിട്ട് നമുക്ക് ഇങ്ങനെ വരച്ച് പോകാവുന്നതാണ്. ഇങ്ങോട്ട് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ മാറ്റി വരയ്ക്കാവുന്ന ഒരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ ഇവിടെ കർവുണ്ട്. കർവും നേരത്തെ നമ്മൾ സെലക്ട് ചെയ്തതാണ്. കർവ് നമുക്ക് ഇവിടെ ഇതേപോലെ മാർക്ക് ചെയ്യാനാണ് കർവ് ഉപയോഗിക്കുന്നത്.
ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസുകൾ എന്നുള്ളത്. ഇതിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെ ഉപയോഗിക്കാം, ഏത് സമയത്താണ് ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് ഈ അടുത്ത വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. തുടർച്ചയായിട്ട് ഓരോ വീഡിയോസുകളിലും നമ്മൾ കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ട്രേഡിംഗ് പഠിക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ എന്നെ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യുക. വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീണ്ടും അടുത്ത നല്ലൊരു ദിവസമായി കാണാം.